തിരുവനന്തപുരത്ത് ആത്മവിശ്വാസത്തിൽ LDFും UDFും BJPക്ക് ആശങ്കയായി വോട്ടിംഗ് ശതമാനം. തിരുവനന്തപുരം ജില്ലയിൽ നിലവിലെ ആധിപത്യം തുടരാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് LDF. കോർപ്പറേഷനിലും വർക്കല നഗരസഭയിലും അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന BJPയെ ആശങ്കപ്പെടുത്തുന്നതാണ് വോട്ടിംഗ് ശതമാനം. എന്നാൽ ജില്ലയിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് UDF. ജില്ലയിൽ മുന്നണികളെ ആശങ്കയിലാക്കുന്നതാണ് കോർപ്പറേഷനിലെ വോട്ടിംഗ് ശതമാനം. ത്രികോണ മത്സരം പ്രതീക്ഷിച്ച കോർപ്പറേഷനിൽ വോട്ടിംഗ് ശതമാനത്തിൽ അതിനനുസരിച്ച് മാറ്റമില്ല. എന്നാൽ KS ശബരിനാഥൻ മത്സരിച്ച വാർഡുകളിലടക്കം പോളിംഗ് ശതമാനത്തിൽ നേരിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് UDFന്റെ ആത്മവിശ്വാസം. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ ഭൂരിപക്ഷ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF. ഇത്തവണത്തെ കോൺഗ്രസിന്റെ സജീവ സാന്നിധ്യം BJP വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. LDFനെ മറികടക്കാൻ തലസ്ഥാനത്ത് തന്ത്രങ്ങൾ മെനഞ്ഞ BJPക്ക് പ്രതീക്ഷ നൽകുന്നതല്ല നിലവിലെ പോളിംഗ് ശതമാനം. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടിറങ്ങി നടത്തിയ പ്രചരണം ഗുണം ചെയ്തുവെന്നാണ് BJP ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. കടുത്ത വിഭാഗീയതയും നേതാക്കളുടെ ആത്മഹത്യ അടക്കമുള്ള വിവാദങ്ങളെയും മറികടന്ന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്നതും ചോദ്യചിഹ്നമാണ്. അതേസമയം ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന 7 ജില്ലകളിലും കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ രംഗത്തുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുൻകാല മേധാവിത്വം തുടരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് LDF. ഭരണവിരുദ്ധ വികാരം കൊണ്ട് ഈ മേധാവിത്വം മറികടക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് UDFനുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJPയും. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന ജില്ലകളിൽ എറണാകുളം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും നിലവിൽ LDFനാണ് ആധിപത്യം. എന്നാൽ കടുത്ത ത്രികോണ മത്സരം പ്രതീക്ഷിച്ചെങ്കിലും എറണാകുളം ഒഴികെയുള്ള ജില്ലകളിൽ അതിനൊത്ത് വോട്ടിംഗ് ശതമാനം ഉയർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ LDFും UDFും നേരിട്ടാകും മത്സരമെന്നാണ് സൂചന. എന്നാൽ കണക്കുകൾക്കപ്പുറം മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ BJPക്കുമുണ്ട്.